തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവുനായ ശല്യവും മാലിന്യ പ്രശ്നവും രൂക്ഷമാക്കിയത് മുൻ ഇടതുപക്ഷ ഭരണസമിതികളെന്ന BJP. 45 വർഷം നഗരസഭ ഭരിച്ച CPM ഭരണസമിതിയുടെ വീഴ്ച 5 മാസം പ്രായമുള്ള BJP ഭരണസമിതിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MR ഗോപൻ ആരോപിച്ചു. നഗരത്തിലെ തെരുവുനായ ശല്യം സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ഗോപൻ ജനം TVയോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവുനായ ശല്യവും മാലിന്യ പ്രശ്നവും രൂക്ഷമാക്കിയത് കഴിഞ്ഞ 45 വർഷമായി നഗരം ഭരിച്ച മുൻ ഇടതുപക്ഷ ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും കേവലം 5 മാസം മാത്രം പ്രായമുള്ള പുതിയ ഭരണസമിതിക്കെതിരെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇടതുപക്ഷം ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നതെന്നും നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MR ഗോപൻ കുറ്റപ്പെടുത്തി. ജനങ്ങളോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ള നിലവിലെ ഭരണകൂടം സമരങ്ങളെ ഭയന്നല്ല, മറിച്ച് ജനങ്ങൾക്ക് നൽകിയ വാക്കു പാലിക്കാൻ വേണ്ടിയാണ് നഗരത്തിലെ മുഴുവൻ തെരുവുനായ്ക്കളെയും സമയബന്ധിതമായ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി സ്ഥലം കണ്ടെത്തുകയും കൃത്യമായ വ്യവസ്ഥകളോടെ NGOകളുമായി കരാറിൽ ഏർപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പേട്ടയിലും വണ്ടിത്തടത്തിലും നായ്ക്കളുടെ വന്ധീകരണ പ്രക്രിയകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഇങ്ങനെ വന്ധീകരിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയ സമയത്ത് പോലും ഷെൽട്ടറിന് മുന്നിൽ പോയി സമരം നടത്തിയവരാണ് CPMകാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 മാസം പ്രായത്തിനകത്തുള്ള ഒരു തെരുവുനായും ആരെ ആക്രമിച്ചിട്ടില്ല. 45 വർഷം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷം CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇവിടെ വസിച്ചിട്ടുള്ള തെരുവുനായ്ക്കളെ അന്ന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഭരണകൂടമാണ് 5 മാസം പ്രായമുള്ള ഭരണകൂടത്തിന് നേരെയുള്ള ഒരു സമരവുമായി വന്നിരിക്കുന്നത്, ഒരു ആഭാസ സമരവുമായി വന്നിരിക്കുന്നത്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം തെരുവുനായെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റ് VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി കൃത്യമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള NGOയായിട്ടുള്ള കരാർ ഏർപ്പെടാനായിട്ടുള്ള പോകുന്നു. സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഉത്തരവാദിത്വം നഗരവാസികളോടുണ്ട്. ഈ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭരണകൂടം ഏറ്റിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഗരത്തിൽ ഇപ്പോൾ കാണുന്ന തെരുവുനായ്ക്കളൊന്നും പുതിയ ഭരണസമിതിയുടെ പ്രായമുള്ളതല്ല. മുൻ ഭരണസമിതികളുടെ പരാജയമാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. പാളയം മാർക്കറ്റിൽ സ്വന്തം അണികൾ തന്നെ കോർപ്പറേഷന്റെ സ്ഥലം കയ്യേറി ഷെഡ് നിർമ്മിച്ച് പണം പിരിക്കുന്നത് തടയാൻ പോലും മുൻ CPM ഭരണസമിതികൾക്ക് കഴിഞ്ഞിരുന്നില്ല. നഗരവികസനത്തിനായുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മേയർ VV രാജേഷ് കേന്ദ്രമന്ത്രിമാരെ കാണാൻ ഡൽഹിക്ക് പോയിരിക്കുകയാണെന്നും കോർപ്പറേഷന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണം നഷ്ടമായതിന്റെ നിരാശയിൽ ഇടതുപക്ഷം പ്രഹസന സമരം നടത്തുകയാണെന്നും MR ഗോപൻ പരിഹസിച്ചു. ജനം, തിരുവനന്തപുരം.